മോർണിംഗ്, അമൃത മിസ് ആണ്. നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ള എല്ലാ സാധനങ്ങളും പഠിച്ച് സെറ്റായിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും അല്ലേ? ഇനി ആരെങ്കിലും പഠിക്കാത്തവരായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ 10 മാർക്ക് മിസ് ഉറപ്പിച്ച് പറയുവാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 10 മാർക്ക് നേടാൻ വേണ്ടി മിസ് എന്ന് വന്നിട്ടുള്ളത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന 5 മാർക്കിനും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നോക്കിയാലോടാ, നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ എൻ്റെ മക്കൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനുജത്തിനോ അനുജത്തിക്കോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വേണം ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എ മിൽക്ക് കണ്ടെയ്നർ ഫൗണ്ട് അറ്റ് ദ മിൽക്ക് സൊസൈറ്റി ഹോൾഡ് 15.5 ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു മിൽക്ക് കണ്ടെയ്നർ മിൽക്ക് സൊസൈറ്റിയിൽ നിന്ന് കണ്ടുകിട്ടി. നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ അനിയനല്ല അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ മിൽക്ക് സൊസൈറ്റിയിൽ പോയപ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ കണ്ടു. അതിൽ 15.5 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. 15.5 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നതാ. ഇങ്ങനെ ഒരു പാത്രമാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കുക മിസ്, അതിന് മലയാളം കാണിച്ചു തരാം. ഇതാ, നമ്മൾ മിൽക്ക് സൊസൈറ്റിയിൽ പോയപ്പോൾ അവിടെ ഒരു പാൽപാത്രത്തിൽ 15.5 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇനി എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഇത്തരം 5 പാത്രങ്ങളിൽ ഇതേ അളവിൽ പാലുണ്ടെങ്കിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ടാകും അല്ലേ? ഇങ്ങനത്തെ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വിൽ ബി ദെയർ ഇൻ 5 സച്ച് കണ്ടെയ്നർ ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എമൗണ്ട് ഓഫ് മിൽക്ക്. ഇതേപോലെ തന്നെ 15 ലിറ്റർ എല്ലാത്തിലും ഉണ്ടെങ്കിൽ മൊത്തം എത്ര പാലുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ ഇവിടെ നോക്കുക, 5 പാത്രങ്ങളാണുള്ളത് അല്ലേ? 5 പാത്രങ്ങളിൽ ഓരോന്നിലും 15/1/2 15/1/2 15/1/2 ലിറ്റർ പാലുണ്ട്. ഒരു പാത്രത്തിൽ 15/1/2. അങ്ങനെ 5 പാത്രത്തിൽ എത്ര എണ്ണം? അപ്പോൾ എന്ത് ചെയ്യും? ദ ടോട്ടൽ മിൽക്ക്, ആകെ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 15/1/2 × 5 ആണ് അല്ലെ? 5 തവണ കൂട്ടുന്നതിന് പകരം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 15/1/2 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നമാണ്. അതിനെ ആദ്യം നമുക്ക് മാറ്റിയെടുക്കണം, നന്നാക്കണം അല്ലേ? 15/1/2 നന്നാക്കിയെടുക്കാം. താഴെയുള്ളത് ഗുണിക്കുക, അതായത് 15 ഗുണിക്കണം 2 15 ഗുണിക്കണം 2 കൂട്ടണം 1/2. 15 × 2 30, 1 31 31/2 ലിറ്റർ. അപ്പോൾ 5 ഇത് എന്ന് പറയുമ്പോൾ 31/2 ലിറ്ററാണ് അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 5നെ ഗുണിക്കണം. കാരണം 5 പാത്രങ്ങളിലായിട്ടാണുള്ളത്. ഒരു പാത്രത്തിൽ 31/2 ലിറ്റർ ഉണ്ട്. അത് 5 പാത്രത്തിൽ എന്ന് പറഞ്ഞാൽ × 5. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ /1 ഉണ്ട്, നമ്മൾ ചെയ്യാറില്ല, എഴുതാറില്ല. പക്ഷെ എഴുതി വെക്കുന്നത് നല്ലതാണ്. 31 × 5 ചെയ്യുക. മുകളിലുള്ള ആൾക്കാരെ ഗുണിക്കുക, താഴെയുള്ള ആൾക്കാരെയും ഗുണിക്കുക. എത്ര വരും? 155/2 ലിറ്റർ. അതായത് ഈ 5 പാത്രങ്ങളിലും കൂടി 155/2 ലിറ്റർ പാലുണ്ട് എന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ടോട്ടൽ മിൽക്ക് ഇൻ ഓൾ 5 കണ്ടെയ്നേഴ്സ് ഈസ് ഫിൽഡ് ഇൻ കവേഴ്സ് ഓഫ് 2 ലിറ്റർ അല്ല 2.5 ലിറ്റർ ഈച്ച്. അതായത് ഈ മൊത്തം പാലിനെ 2.5 ലിറ്റർ ഉള്ള കവറുകളിലേക്ക് നമ്മൾ മാറ്റുവാണ്. ഈ മൊത്തം പാലിനെ 2.5 ലിറ്റർ വീതം കൊള്ളുന്ന കവറുകളിലേക്ക് നമ്മൾ മാറ്റുവാണ്. ഇപ്പം മൊത്തം പാൽ എത്രയുണ്ട് നമുക്കറിയാം. എത്രയാണ്? 155/2 ലിറ്റർ. അതായത് 155/2 ലിറ്റർ പാൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 2.5 ലിറ്ററിൻ്റെ കവറുകളിലേക്ക് ഇങ്ങനെ നിറയ്ക്കണം. അതായത് 155/2 എന്ന് പറയുന്നതിനെ ഡിവൈഡഡ് ബൈ 2.5 ചെയ്യണം. ശരിയല്ലേ? ഓരോ കവറിലും 2.5 ലിറ്റർ 2.5 ലിറ്റർ 2.5 ലിറ്റർ അങ്ങനെ കുറേ കവറുകളിൽ നിറയ്ക്കാൻ പോവുക. എത്ര കവറുകൾ ഉണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിച്ചാൽ മക്കൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ വലിയ പാലിനെ ഡിവൈഡ് ചെയ്യല്ലേ, ഹരിക്കുക. പക്ഷെ ഇവിടെ 2.5 കാണാൻ ഭംഗിയില്ല. 2.5 2 2.5 അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഗുണിക്കണം, ഇവിടെ കൂട്ടണം. 2 × 2 എത്രയാണ്? 4 + 1 5 അല്ലേ? 5/2.
ഇനി എന്താ ചെയ്യേണ്ടത്? 155/2 ഡിവൈഡഡ് ബൈ 5/2. നമ്മൾ ഡിവിഷൻ ചെയ്യുമോ? ഡിവിഷൻ നമ്മൾ ഇനി ചെയ്യത്തില്ല. പകരം എന്താ ചെയ്യുക? 155/2 ഇൻറ്റു 5/2ൻ്റെ തിരിച്ചിടുക. 5/2നെ റെസിപ്രോക്കൽ വിൽക്രമം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? 2/5. 5/2 എന്തായി മാറും? 2/5 ആയിട്ട് മാറും. ഈ 2 പോയി. 155/5 എന്ന് പറഞ്ഞാൽ 31 ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചു വെച്ചാൽ എന്തായാലും നമുക്ക് എക്സാമിന് ചോദിക്കും. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലോക്കുകളുടെ കണക്കാണ്. ക്ലോക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരിക്കലും മക്കളെ ക്ലോക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ വിട്ട് കളയരുത്. വളരെ ഈസി ആയിരിക്കും. നോക്കാലോ, ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയാണ്? വാട്ട് ഈസ് ദ ടൈം ഇൻ ദ ക്ലോക്ക്? നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ക്ലോക്കിൽ സമയം നോക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ക്ലോക്കിൽ സമയം എത്രയാണ് ഇപ്പോൾ? 9 മണി. റെഡി? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ചേർന്ന് നിർണ്ണയിക്കുന്ന കോണളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ്? നമുക്കറിയാം ഇവിടെ 1ഉം 12ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. രണ്ട് അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 30, 60 അല്ലേ? ഇത് 30, ഇത് 30, ഇത് 30. 30 + 30 + 30 എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിക്കും മിസ്സിന് എങ്ങനെ 30 കിട്ടിയെന്ന്. എടാ 30 ഇങ്ങനെയാണ് വന്നത്. ഒരു ക്ലോക്കിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 12 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. 1 മുതൽ 12 മണി വരെയല്ലേ ഉള്ളത്. 12 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ വാല്യൂ 30 ഡിഗ്രിയാണ്. ഒരു കഷ്ണം എന്ന് പറയുന്ന ഒരു പീസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 2 എണ്ണാവുമ്പോൾ 60 ആവും, 3 എണ്ണാവുമ്പോൾ 90 ആവും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്കിൽ 2 മണി ആകുമ്പോൾ രൂപപ്പെടുന്ന കോൺ എത്രയായിരിക്കും? ക്ലോക്കിൽ 2 മണി. 2 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇതാ 2ൻ്റെ അടുത്തായിരിക്കും നമ്മുടെ അവർ ഹാൻഡും നമ്മളുടെ മിനിറ്റ് സൂചി 12ൻ്റെ അടുത്തും. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 30 + 30 എത്രയാണ്? 60 ഡിഗ്രി. 2 മണി സൂചിപ്പിക്കുന്ന ചിത്രം വരയ്ക്കുക. നിങ്ങൾക്ക് വരച്ചൂടെ? എങ്ങനെയാ വരയ്ക്കുക? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരു വൃത്തം വരയ്ക്കണം. ഇതാ മിസ് ഒരു വൃത്തം വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടേ? വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇതിനെ 12 കഷ്ണങ്ങളാക്കണം. ഈ ഒരു വൃത്തത്തിനെ 12 ഈക്വൽ കഷ്ണങ്ങളാക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ലൈന് വരയ്ക്കുന്നു. ഇനി ഈ ലൈനിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തൂടെ? എന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് പിന്നെയും 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെയും 30 മാർക്ക് ചെയ്യുക. 90 വരയ്ക്കുക. റെഡി? മക്കൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വരയ്ക്കണം. മിസ് ഇപ്പോൾ വരച്ചപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടാവും. മിസ് കറക്റ്റ് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ മക്കൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് തന്നെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക? പിന്നെ നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക 30 ഡിഗ്രി. പിന്നെയോ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതാ പിന്നെ ഇതാ ഇങ്ങനെയും വരും. അങ്ങനെ 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ താഴേക്കൊക്കെ വരയ്ക്കുക. 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി. ഓക്കെ, ഇത് ഈക്വൽ ആയിട്ട് മക്കൾ ചെയ്യണം. മിസ് ഇത് ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ 30 ഡിഗ്രി വെച്ച് ഈക്വൽ ആയിട്ട് 12 കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇതിന് ശേഷം എന്താ ചെയ്യാൻ പറഞ്ഞേ? 2 മണി സൂചിപ്പിക്കുന്ന ചിത്രം വരയ്ക്കുക. 2 മണി എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇതാ 2 മണി എന്ന് പറഞ്ഞതാ ഇവിടെ 12, ഇത് 1, ഇത് 2 അല്ലേ? എന്നിട്ട് നടുവിലുള്ളതൊക്കെ നമ്മൾ മായ്ച്ച് കളയണം. ഈ ഒരു മിനിറ്റ്. യെസ്, നടുവിലുള്ളതൊക്കെ മിസ് മായ്ക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? 2 മണി വരയ്ക്കുക അല്ലേ? നമ്മൾ 2ൻ്റെ അടുത്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുക? നീഡിലെടുക്കുക. ഇവിടേക്കും വരയ്ക്കുക, ഇതും വരയ്ക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചിത്രം വരയ്ക്കണം.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ സർക്കിൾ വരയ്ക്കാനും സർക്കിളിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനും ക്ലോക്കിൽ സമയം നോക്കാനും ഒക്കെ മക്കൾ പഠിച്ചിരിക്കണം. എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ എവ്രിവൺ.